വിപ്ലവ സൂര്യൻ VS അച്യുതാനന്ദന് വിട. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. അന്ത്യം ഹൃദയാഘാതത്തെ തുടർന്ന് 101-ാം വയസ്സിൽ. വിടവാങ്ങിയത് സന്ധി ചെയ്യാത്ത രാഷ്ട്രീയ നേതാവ്. VSന് ആദരാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രീയ കേരളം. AKG പഠന കേന്ദ്രത്തിൽ അല്പസമയത്തിനകം പൊതുദർശനം. തുടർന്ന് രാത്രി തിരുവനന്തപുരത്തെ വീട്ടിലും നാളെ രാവിലെ 9 മണി മുതൽ ദർബാർ ഹാളിലും പൊതുദർശനം. ഉച്ചയോടെ ആലപ്പുഴയിലേക്ക് വിലാപയാത്ര. സംസ്കാരം ബുധനാഴ്ച വലിയ ചുടുകാട്ടിൽ. VSനോടുള്ള ആദരസൂചകമായി സംസ്ഥാനത്ത് നാളെ പൊതു അവധി. പ്രിയ നേതാവിനെ കാണാൻ ആയിരങ്ങൾ AKG പഠന കേന്ദ്രത്തിലേക്ക് എത്തുന്നു. VSന്റെ വേർപാട് നികത്താനാവാത്ത നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പ്രതിപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മറ്റൊരു മുഖം നൽകിയ നേതാവെന്ന് VD സതീശൻ. എന്റെ വൃദ്ധത്വം തലനരക്കാത്തതല്ല, എന്റെ യുവത്വവും പുതിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണ് എന്റെ യൗവനം. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. 101 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് 3:20 മരണം. AKG പഠന കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് ശേഷം രാത്രി 9 മണിയോടെ വീട്ടിലെത്തിക്കും. നാളെ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം ദർബാർ ഹാളിൽ പൊതുദർശനം. ഉച്ചയോടെ ആലപ്പുഴയിലെ വീട്ടിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകും. ബുധനാഴ്ച വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം. VSന്റെ ജീവിത ചരിത്രമെന്നാൽ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രം കൂടിയാണ്. 1923 ഒക്ടോബർ 20-നാണ് ആലപ്പുഴ വെന്തളത്തറ വീട്ടിൽ ശങ്കരൻ്റെയും അക്കാമയുടെയും മകനായി VS അച്യുതാനന്ദൻ ജനിച്ചത്. 17-ാം വയസ്സിൽ VSന് പാർട്ടി അംഗത്വം കിട്ടി. 1943 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനത്തിൽ പ്രതിനിധിയായി. അച്യുതാനന്ദൻ എന്ന യുവ നേതാവ് അവിടെ ഉദിച്ചുയരുകയായിരുന്നു. ആ ഉദിച്ചുയർന്ന വിപ്ലവ സൂര്യൻ ഇന്നിപ്പോൾ നമ്മളോട് വിട വാങ്ങുകയാണ്. 3 തവണയാണ് പ്രതിപക്ഷ നേതാവായിരുന്നത്. അഴിമതിക്കും പരിസ്ഥിതി ചൂഷണത്തിനുമെതിരെയൊക്കെ പോരാടിയ നേതാവായിരുന്നു. തൊഴിലാളി യൂണിയനുകളുടെ പാർട്ടി പരിപാടികളുടെയും ഒപ്പം മാത്രമായിരുന്നു VS അച്യുതാനന്ദൻ കേരളീയരുടെ പൊതുവിഷയങ്ങളിൽ ഇടപെടുന്ന നേതാവായി ജനഹൃദയങ്ങളിൽ സ്ഥാനം നേടിയത്. വിശ്വസിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നേതാവായി, മനുഷ്യനായി VSനെ മലയാളികൾ കണ്ടു. രാഷ്ട്രീയ എതിരഭിപ്രായങ്ങൾക്കപ്പുറം VS ഉയർന്നു വന്നു. 1996-ലെ LDF സർക്കാർ ഭരിക്കുമ്പോൾ LDF കൺവീനറായിരുന്ന VS മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇടപെട്ടു. അത് VS എന്ന മനുഷ്യൻ്റെ രാഷ്ട്രീയ ശൈലിയിൽ വന്ന മാറ്റങ്ങളുടെ ആരംഭത്തെ അടയാളപ്പെടുത്തുന്നതായിരുന്നു. പിന്നീട് അങ്ങോട്ട് ഏറ്റവും ചെറിയൊരു കാര്യം മുതൽ ഏതു വിഷയത്തിലും രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആളുകൾക്ക് സമീപിക്കാവുന്ന നേതാവായി മാറുകയായിരുന്നു VS അച്യുതാനന്ദൻ. കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ നേതാക്കളിൽ ഒരുപക്ഷെ CPIയിലെ KV സുരേന്ദ്രനാഥിനെ മാറ്റി നിർത്തിയാൽ ആരും കൈകൊണ്ടു തൊടാത്ത ഒന്നായിരുന്നു പരിസ്ഥിതി രാഷ്ട്രീയം എന്നത്. ആ രാഷ്ട്രീയത്തെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് ഉൾച്ചേർത്തതിൽ VS എന്ന രാഷ്ട്രീയ നേതാവ് ചെറുതല്ലാത്ത പങ്ക് വഹിച്ചിരുന്നു. കണ്ടൽ സംരക്ഷണം, തീര സംരക്ഷണം, കുന്നുകളുടെയും നീര് ഉറവകളുടെയും ഒക്കെ സംരക്ഷണം തുടങ്ങി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മുഖ്യമന്ത്രി എന്ന നിലയിലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും VS നടത്തിയ പോരാട്ടങ്ങൾ കേരളത്തിലെ പരിസ്ഥിതി ചരിത്രത്തിലെ നിർണായക ഇടപെടലുകളായിരുന്നു അന്ന്. ഒരുപക്ഷെ രാഷ്ട്രീയ നേതാക്കളൊക്കെ ഒന്ന് പിന്നോട്ട് വാങ്ങുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെക്കുന്ന ഒന്നാണ് പരിസ്ഥിതി രാഷ്ട്രീയം. കാരണം അതിൽ നിലപാട് പറയുമ്പോൾ ശ്രദ്ധിച്ചു പറയണം. അത് പിന്നീടുള്ള ഭാവിയെ എങ്ങനെ ബാധിക്കും എന്നതൊക്കെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ചിന്തകൾ ഉണ്ടായിരിക്കാം. പക്ഷേ VSന് അത്തരത്തിലുള്ള ചിന്തകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ കാണിച്ച ആ ധൈര്യം, അത് ഓർത്തെടുക്കുകയാണ് ഈ നിമിഷത്തിൽ. VS എന്ന് പറയുന്നത് ഒരു പാഠപുസ്തകമാണ്. ഇപ്പോൾ രാഷ്ട്രീയം നടത്തിക്കൊണ്ടിരിക്കുന്ന യുവാക്കൾക്കും
രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഒരു പാഠപുസ്തകമാണ് VSൻ്റെ ജീവിതം എന്നുള്ളത്. VSന് തൻ്റെ വിദ്യാഭ്യാസം സ്കൂൾ തലത്തിൽ ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കേണ്ടി വന്നു. തുടർന്ന് ആലപ്പുഴയിലെ തൊഴിലാളി മുന്നേറ്റങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ആദ്യ ചുവടുവയ്പ് എന്ന് പറയുന്നത്. പുന്നപ്ര വയലാർ സമരം ഉൾപ്പെടെയുള്ള കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങളുമായി അദ്ദേഹത്തിൻ്റെ ജീവിതം ഇടകലർന്നു എന്ന് വേണമെങ്കിൽ പറയാം. രാജ്യത്തെ ഏറ്റവും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവാണ് VS. 1964 CPIയുടെ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന് CPM രൂപീകരിച്ച 32 നേതാക്കളിൽ ഒരാളാണ് അദ്ദേഹം. ഇന്ന് ജീവിച്ചിരുന്ന ഒരേയൊരു നേതാവ് അദ്ദേഹമാണിപ്പോൾ വിട പറഞ്ഞിരിക്കുന്നത്. അന്നു മുതൽ ഇന്നോളം പ്രത്യയശാസ്ത്രപരമായി സ്വന്തം രീതികളുണ്ടെങ്കിലും ഉത്സാഹിയായ അച്ചടക്കമുള്ള കമ്മ്യൂണിസ്റ്റായി അദ്ദേഹം പാർട്ടിയിൽ നിലകൊണ്ടു എന്നുള്ളതാണ്. VSൻ്റെ ജീവിതത്തിന് കേരളത്തിലെ CPMൻ്റെ ചരിത്രവുമായി അഭേദ്യമായ ആ ഒരു ബന്ധമുള്ളത് കൊണ്ട് തന്നെ പാർട്ടിയുടെ ചരിത്രം എന്ന് പറയുന്നത് VSനോളം പടർന്നു കിടക്കുകയാണ്. വെല്ലുവിളികളുണ്ടായിട്ടും പല രീതിയിലും പല സമരപോരാട്ടങ്ങൾക്കും ഇറങ്ങുമ്പോൾ പാർട്ടിയിൽ നിന്നുൾപ്പെടെ വെല്ലുവിളികളുണ്ടായിട്ടും അദ്ദേഹം ആ സമരവുമായി പോയി സാധാരണക്കാരനോടൊപ്പം നിന്നു എന്നുള്ളതാണ് VSൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. പ്രാണനിൽ പടർന്ന ഇരുട്ടിൽ നിസ്സഹായായി നിന്ന വേളയിൽ ആശ്വാസത്തിൻ്റെ കരസ്പർശനമായിരുന്ന പ്രിയ സഖാവ് എന്ന് KK രമ VSനെ ഫേസ്ബുക്കിൽ അനുസ്മരിക്കുന്നു. എത്രത്തോളം ദുഃഖം രേഖപ്പെടുത്തുന്ന വാക്കുകളാണ് KK രമ VSനെ കുറിച്ച് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്നുള്ളതാണ്. TPയുടെ മരണത്തിലൊക്കെ അത്രത്തോളം KK രമയെ ആശ്വസിപ്പിച്ച നേതാവ് കൂടിയായിരുന്നു VS അച്യുതാനന്ദൻ. KK രമയെ നേരിട്ട് പോയി സന്ദർശിച്ചിരുന്നു, ആശ്വാസ വാക്കുകൾ പറഞ്ഞിരുന്നു. നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ അദ്ദേഹം കൊടുത്ത ആ വാക്കിലെ ഉറപ്പ് അല്ലെങ്കിൽ ചേർത്ത് വെച്ച നിമിഷങ്ങളൊക്കെ KK രമ ഇപ്പോൾ ഓർത്തെടുക്കുകയാണ്. ഒരച്ഛനെ പോലെയാണ് KK രമയോട് അന്ന് VS അച്യുതാനന്ദൻ പെരുമാറിയത്. അവർ അന്ന് TPയെ പാർട്ടി എതിരായി നിന്ന് TP പ്രവർത്തിച്ചപ്പോഴൊക്കെ നിരവധി ശത്രുക്കളുണ്ടായിരുന്നു. അവസാനം TPയുടെ മരണത്തിൽ പ്രതിക്കൂട്ടിലായിരുന്നത് CPM ആയിരുന്നു. ആ CPMനെ തള്ളിക്കൊണ്ടാണ് VS അച്യുതാനന്ദൻ ഒഞ്ചിയത്തെത്തി KK രമയെ കണ്ട് ആശ്വസിപ്പിച്ചത്. അത് കേരളം ഒരിക്കലും മറക്കില്ല. VS എന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്ന് മാത്രമേ അത്തരത്തിലൊരു പ്രവൃത്തി ഉണ്ടാവുകയുള്ളൂ. കാരണം അദ്ദേഹം എന്നും നിലകൊണ്ടിരുന്നത് സാധാരണക്കാരന് വേണ്ടി തന്നെയാണ്. KK രമയെ ഒറ്റപ്പെടുത്തിയപ്പോഴും ഒക്കെ അദ്ദേഹം KK രമയ്ക്കൊപ്പം നിന്നിരുന്നു. നെഞ്ചോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ച നേതാവായിരുന്നു VS എന്നുള്ളതാണ്. അദ്ദേഹം സ്നേഹത്തിൻ്റെ തണലിൻ്റെ കരുത്തായിരുന്നു എന്നതാണ്. പല രീതിയിലുള്ള അനുശോചന കുറിപ്പുകളും മറ്റുമൊക്കെയായി ഇപ്പോൾ വരുന്നുണ്ട് നേതാക്കളെല്ലാം തന്നെ. ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിലെ ഇതിഹാസമായിരുന്നു VS അച്യുതാനന്ദൻ എന്ന് MM മണി MLA പറയുന്നു. വേറിട്ട ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ പോരാളിയായിരുന്നു VS എന്നും MM മണി പറഞ്ഞു. നമ്മെ വിട്ടു പിരിഞ്ഞത് അങ്ങേറ്റം വേദനയോടുകൂടിയാണ്. ദിവസങ്ങളായി അദ്ദേഹം ചികിത്സയിലും രോഗശയ്യയിലായിരുന്നു. കേരളത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് മഹത്തായ സംഭാവന നൽകി വേറിട്ട ആയിരക്കണക്കിന് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പോരാളിയായിരുന്നു VS എന്ന കാര്യം ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു. അദ്ദേഹം എന്നും അധ്വാനിക്കുന്ന ജനതയോടൊപ്പം കർഷക തൊഴിലാളികൾ, കയർ തൊഴിലാളികൾ, കൃഷിക്കാർ, അങ്ങനെ അധ്വാനിക്കുന്ന ജനതയോടൊപ്പം എക്കാലവും നിലകൊണ്ടിട്ടുള്ള കാര്യം ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. സഹാവ് ഇന്ത്യയിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ജീവിച്ചിരിക്കുന്നതിലെ ഒരു ഇതിഹാസമായിരുന്നു. അദ്ദേഹം വിട്ടുപിടിഞ്ഞതിൽ അഹാതമായ ദുഃഖമുണ്ട്. ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. നമ്മൾ അതുതന്നെയാണ് ഓരോരുത്തരുടെ വാക്കുകളിലും കേൾക്കുന്നതും. അതുതന്നെയാണ് വാക്കുകൾക്കതീതമാണ് VS എന്ന രണ്ടക്ഷരം, VS എന്ന അച്യുതാനന്ദൻ. അത് വാക്കുകൾക്കതീതമാണ്. എത്ര പറഞ്ഞാലും എത്രത്തോളം ഓർത്തെടുത്താലും മതിവരാത്ത അത്രത്തോളം ഓർമ്മകളാണ് VS അച്യുതാനന്ദന് ഉള്ളത് എന്നതാണ്. കണ്ണായും കരളായും കമ്മ്യൂണിസ്റ്റ് അണികളുടെ മനസ്സിൽ VS ഉണ്ടെന്ന് CPM നേതാവ് T ശശിധരൻ. കമ്മ്യൂണിസ്റ്റ് ലിപികളിൽ ഒരിക്കലുമില്ലാത്ത ഒരു മുദ്രാവാക്യമായിരുന്നു VSന് ലഭിച്ചത്. VSന്റെ നഷ്ടം ഒരിക്കലും നികത്താൻ കഴിയില്ലെന്നും അദ്ദേഹം അനുസ്മരിച്ചു.
എസുമായുള്ള അടുപ്പവും വ്യക്തിബന്ധവുമാണ് എൻ്റെ മഹത്വം എന്ന് പറയുന്നത്. കാരണം എന്താ ഇതിനെ പറയുക, വസന്തം പോലെ വന്ന് നിലാവ് പോലെ മാഞ്ഞു പോവുക. അദ്ദേഹത്തിൻ്റെ കൈമുതലെന്ന് പറയുന്നത് ധാർമ്മികത, സത്യസന്ധത, നിശ്ചയദാർഢ്യം, പ്രതിസന്ധികളോട് അതിജീവിക്കുവാനുള്ള അപാരമായ കഴിവ്, സ്നേഹമസൃണമായ സഹപ്രവർത്തകനോടുള്ള ബന്ധങ്ങൾ. ഇങ്ങനെ വി എസുമായി അടുത്തു എന്നൊക്കെ പറയുന്നതിനേക്കാൾ ഉപരിയായി അകലെ നിന്നും അടുത്തു നിന്നും വി എസിനെ ഇപ്പോഴും ആരാധിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ 10,000-കണക്കിന് ആളുകളിൽ ഒരാളാണ് ഞാൻ. വലിയ മനുഷ്യൻ. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് EMSഉം നായനാരും കഴിഞ്ഞാൽ ഇത്രയേറെ ജനങ്ങളെ ആകർഷിച്ച വേറൊരു നേതാവ് ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം. സാധാരണ നമ്മൾ പ്രവർത്തകർ മുദ്രാവാക്യം വിളിക്കും, സഖാക്കൾക്ക് നേതാക്കന്മാർക്കൊക്കെ മുദ്രാവാക്യം വിളിക്കും. പക്ഷെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരു മുദ്രാവാക്യം ലോകപ്രസിദ്ധമാണ്, കണ്ണേ കരളേ VS. അത്തരമൊരു മുദ്രാവാക്യം ഒരു കമ്മ്യൂണിസ്റ്റ് മുദ്രാവാക്യങ്ങളിലെ ലിപികളിൽ പോലും ഇല്ലാത്തതാണ്. അത് കണ്ണേ കരളേ എന്ന് പറയുമ്പോൾ ഒരു സമൂഹം അദ്ദേഹത്തിനെ കണ്ണായും കരളായും കാണുന്നു. അപ്പോൾ കണ്ണായും കരളായും കേരളത്തിൻ്റെ രാഷ്ട്രീയ നേതാവായി മാറി എന്നുള്ളതാണ്. ഒരുപക്ഷെ 86-ൽ MBR അടങ്ങുന്ന ആളുകൾ പാർട്ടി വിട്ടു പോകുമ്പോൾ മലബാർ പോലുള്ള മേഖലകളിൽ തകരുമെന്ന് വിചാരിച്ച പാർട്ടിയെ രക്ഷപ്പെടുത്തി EMSൻ്റെ നേതൃത്വത്തിൽ, ബാലാനന്ദസ്വാമിയുടെ നേതൃത്വത്തിൽ സഖാവ് VS സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അത്തരമൊരു പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നമ്മുടെ കേരളത്തിന് കഴിഞ്ഞു എന്നുള്ളതൊരു അപാരമായ കാര്യം. അത് ഞാൻ പറഞ്ഞത്, ധാർമ്മികതയുടെ, സത്യസന്ധതയുടെ പ്രവാചകൻ പോലെയുള്ള ഒരാൾ, ഒരു നിശ്ചയദാർഢ്യത്തിൻ്റെ കേന്ദ്രീകരണമായിട്ടുള്ള ഒരാൾ. വലിയ നഷ്ടമാണ് നമ്മുടെ കേരളത്തിലുണ്ടായിട്ടുള്ളത്. വയസ്സ് 101 കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് ആകസ്മികം എന്നൊരു വാക്കിന് യാതൊരു അർത്ഥവുമില്ല. 100 വയസ്സ് കഴിഞ്ഞ ഒരാൾ മരണപ്പെടുന്നു പറയുമ്പോൾ അതിനെ ആകസ്മികമെന്നോ ആക്സിഡൻ്റലി എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ എത്ര വയസ്സ് കഴിഞ്ഞാലും കേരളത്തിന് വലിയ നഷ്ടമാണിത് ഉണ്ടായിട്ടുള്ളത്. ഇനി എത്ര തലമുറ കഴിഞ്ഞായിരിക്കണം ഇതുപോലെ ഒരു സത്യസന്ധനായ, ധാർമ്മികതയുള്ള, നീതിബോധമുള്ള ഒരാൾ വരിക എന്നത് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. VSൻ്റെ ഈ നിര്യാണത്തിൽ വലിയ വേദനയുണ്ട് എനിക്ക്. ആ വേദനയോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോടും എൻ്റെ പാർട്ടി എന്നെ ആക്കിയ പാർട്ടിയോടും ആ പാർട്ടിയുടെ നേതൃത്വത്തിനോടും ഒക്കെ തന്നെ ഞാൻ അഭിവാദ്യം ചെയ്യുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. യെസ്, അതുതന്നെയാണ്. സത്യസന്ധനായ, നീതിമാനായ ഒരു പോരാളിയ ആ ഒരു നേതാവിനെയാണ് നഷ്ടമായിരിക്കുന്നത്. മന്ത്രി പി രാജീവിൻ്റെ പ്രതികരണം കൂടി കാണാം. VSനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയുമ്പോൾ ദേശാഭിമാനി അദ്ദേഹം പത്രാധിപരായിരിക്കുമ്പോൾ പ്രസിഡന്റ് എഡിറ്ററായി പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. നമ്മുടെ രാഷ്ട്രീയത്തിന് കുറേ കൂടി ഉയർന്ന മൂല്യങ്ങളും അതോടൊപ്പം തന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ പാരിസ്ഥിതിക മാനങ്ങളെല്ലാം നൽകിയ ഒരു ഉറച്ച കമ്മ്യൂണിസ്റ്റായിരുന്നു സർ VS. എല്ലാവരും VS ആയതുകൊണ്ട് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തി, നിശ്ചയദാർഢ്യം അതെല്ലാം വഴി തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഒരു VS വിടവാങ്ങി വല്ലാത്ത ഒരു ശൂന്യത കേരളീയ സമൂഹത്തിനായുണ്ട്. പിന്നെ VS ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ എല്ലാ വഴികളും സ്വീകരിച്ചിരുന്നു. അഴിമതിക്കെതിരെയുള്ള നിയമയുദ്ധങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങളെടുത്ത സമീപനങ്ങൾ, ഭരണപരമായെടുത്ത നിലപാടുകൾ, സമരങ്ങളുടെ ത്യാഗങ്ങളിലൂടെ അപ്പോൾ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ എല്ലാ രൂപങ്ങളെയും അദ്ദേഹം സ്വീകരിച്ചിരുന്നു. ജനങ്ങൾക്ക് വേണ്ടി ശക്തമായി, സമൂഹത്തിന് വേണ്ടി, തൊഴിലാളി വർഗത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്ന നേതാവായിരുന്നു സർ VS. ഇനി കടകംപള്ളി സുരേന്ദ്രൻ്റെ വാക്കുകളിലേക്ക്. യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തിൽ എന്തു പറയണം, എന്തു പറഞ്ഞാലാണ് മതിയാവുക എന്നുള്ളതിനെ സംബന്ധിച്ച് എനിക്ക് അറിയില്ല. VSന് സമമായിട്ട് നമ്മുടെ സംസ്ഥാനത്തുനിന്ന് ആരും തന്നെ ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അങ്ങനെയുള്ള ഒരു മഹാവ്യക്തിത്വമായിരുന്നല്ലോ VS എന്ന് പറയുന്നത്. ഒരു പോരാളി എന്നുള്ള നിലയിൽ അതിൻ്റെ ജനനം മുതൽ തന്നെ പോരാട്ടമായിരുന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ചെറിയ വിദ്യാർത്ഥിയായിരുന്ന കാലത്തും പിന്നീട് യുവാവായി മാറിയപ്പോഴും ഒരു തൊഴിലാളിയായിട്ട് പ്രവർത്തനം നടത്തുന്ന ഘട്ടത്തിലും ഒക്കെ തന്നെ പോരാട്ടത്തിൻ്റെ പാത തന്നെയാണ് VS സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് തന്നെ അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ വളരെ വലുതാണ്. ഇപ്പോൾ റിവിഷനിസത്തിനെതിരായിട്ട്
കേരളത്തിൽ നടന്ന, നമ്മുടെ രാജ്യത്ത് നടന്ന പോരാട്ടങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വലിയ പോരാളിയായിട്ട് നിന്നിരുന്ന VS തന്നെയായിരുന്നു. CPM-നകത്ത് തന്നെ ഉയർന്നു വന്നിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളിൽ അദ്ദേഹം സ്വീകരിച്ചതായിട്ടുള്ള നിലപാടുകളുണ്ട്. ആ നിലപാടുകളൊക്കെ തന്നെ ഇപ്പോൾ MV രാഘവനായിരുന്നാലും KR ഗൗരിയമ്മയായിരുന്നാലും തെറ്റായിട്ടുള്ള നിലപാടുകൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കാനായിട്ട് VS-ന് സാധിച്ചിട്ടുള്ളതാണ്. ഉജ്ജ്വല സമര പാരമ്പര്യത്തിൻ്റെയും അസാമാന്യമായ നിശ്ചയദാർഢ്യത്തിൻ്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു VS അച്യുതാനന്ദൻ എന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവായിരുന്നു VS എന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. അദ്ദേഹത്തിൻ്റെ ജീവിതം കേരളത്തിൻ്റെ ആധുനിക ചരിത്രവുമായി വേർപെടുത്താനാകാത്ത വിധത്തിൽ കലർന്നു നിൽക്കുന്നു. ഒരു കാലഘട്ടത്തിൻ്റെ അസ്തമയമാണ് VS-ന്റെ വിയോഗത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത്. കൂട്ടായ നേതൃത്വത്തിലൂടെയോ അദ്ദേഹത്തിൻ്റെ നഷ്ടം പാർട്ടിക്ക് നികത്താനാകുന്നുവെന്നും മുഖ്യമന്ത്രി അനുസ്മരിച്ചു. ദേശീയ സ്വാതന്ത്ര്യ സമരഘട്ടത്തെ വർത്തമാനകാല രാഷ്ട്രീയവുമായി ഇണക്കി നിർത്തിയ മൂല്യവത്തായ ഒരു രാഷ്ട്രീയ സാന്നിധ്യമാണ് അസ്തമിച്ചു പോയതെന്നും മുഖ്യമന്ത്രി ഓർമ്മിച്ചു. ഭൂമിയിൽ മനുഷ്യനുള്ള കാലത്തോളം മായാത്ത നാമമാണ് VS എന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. VS-ന്റെ വേർപാട് നികത്താനാകാത്തതാണെന്നും മന്ത്രി കോഴിക്കോട് പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ ഘട്ടത്തിലെയും നമ്മുടെ രാജ്യത്തെയും സംസ്ഥാനത്തെയും വളർച്ചയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് VS-ന്റെ ജീവിതം. ഒട്ടേറെ പോരാട്ടങ്ങൾ, ഒരുപാട് ത്യാഗോജലമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുത്തു, ജയിൽവാസം അനുഭവിച്ചു, ഭീകരമർദ്ദനമേൽക്കേണ്ടി വന്നു. പിന്നീട് CPIM ഉണ്ടായതിനു ശേഷം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചു. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായി അദ്ദേഹം ഒട്ടേറെ അഴിമതികൾ പുറത്തു കൊണ്ടുവരുവാൻ നേതൃത്വം കൊടുത്തും അനീതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോയത് നമ്മൾ കണ്ടതാണ്. പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി കേരളത്തിലെ അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന് വേണ്ടി നടത്തിയ ഒട്ടേറെ ഇടപെടലുകൾ മായാതെ നമ്മുടെ മുമ്പിൽ ഉണ്ട്. അതുകൊണ്ട് ഭൂമിയിൽ മനുഷ്യനുള്ള കാലത്തോളം മായാത്ത നാമമാണ് സഖാ VS. പണ്ട് ഒരിക്കൽ VS തന്നെ പറഞ്ഞിട്ടുണ്ട്, സഖാവേ എന്ന വിളി കേട്ടാൽ മനസ്സും വയറും നിറയുമെന്ന്. പാർട്ടിയുടെ വലിയ ധനമെന്ന് VS-നെ വിശേഷിപ്പിച്ചതും പിണറായി വിജയൻ തന്നെയാണ്. പല ഘട്ടത്തിലും VS-ഉം പിണറായി വിജയനും തമ്മിൽ പല രീതിയിലുള്ള സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഒരു ഘട്ടത്തിൽ പിണറായി വിജയന് പോലും പറയേണ്ടി വന്നു VS പാർട്ടിയുടെ ഒരു ധനമാണെന്നുള്ളത്. VS-ന്റെ ജീവിതത്തിന് കേരളത്തിലെ CPM-ന്റെ ചരിത്രവുമായി അത്രയധികം അഭേദ്യമായ ഒരു ബന്ധമാണുള്ളത്. ആദ്യകാലത്ത് ആ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ VS-ന് നിരവധി വെല്ലുവിളികൾ ഉണ്ടായിട്ടും എല്ലാം സ്ഥിരതയോടുകൂടിയും സാവധാനത്തോടെയും അദ്ദേഹം എല്ലാത്തിനെയും നേരിട്ടു. CPM വളർന്നു. പിൽക്കാലത്ത് കണ്ണൂരിൽ നിന്നുള്ള മുതിർന്ന നേതാവ് MV രാഘവൻ പാർട്ടിയിലെ ഒരു വിഭാഗത്തിൻ്റെ പിന്തുണയോടെ വ്യത്യസ്തമായ ഒരു പാർട്ടി ലൈൻ എന്ന ഒരാശയമൊക്കെ മുന്നോട്ട് വെച്ചു. അപ്പോഴൊക്കെ കണ്ടതാണ് നമ്മൾ VS-ന്റെ ആ ഒരു നിലപാട്. ഇതിനെതിരെ EMS ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തെത്തുകയും ചെയ്തു. ഒടുവിൽ ഇത് MV രാഘവൻ്റെ പുറത്താക്കലിലാണ് ഒടുവിൽ കലാശിച്ചത്. EMS-നെതിരെയും പിന്നീട് എതിർപ്പുകൾ ഉയർന്നു. അന്നത്തെ CPM ജനറൽ സെക്രട്ടറി ഹർകിഷൻ സിംഗ് സുർജിത്തിൻ്റെ പിന്തുണയിൽ സംസ്ഥാനത്തെ പല നേതാക്കളും EMS-നെതിരെ അണിനിരന്നു. കേരളത്തിൽ CPM നേതൃത്വത്തിലേക്ക് VS കടന്നു വരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ്. പിന്നീട് VS-നെ നാം കാണുന്നത് ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന, ജനങ്ങളോടൊപ്പം ചേർന്നു നിൽക്കുന്ന, അവരുടെ ഓരോ പ്രശ്നങ്ങൾക്കും ഓരോ സമരത്തിനും മുഷ്ടി ചുരുട്ടി അവർക്കൊപ്പം ചേർന്നു നിൽക്കുന്ന സമരനായകനെയാണ്. VS-ൻ്റേത് ഒരു ഒറ്റയാൻ ശൈലിയായിരുന്നു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ ശക്തമായൊരു ഗ്രൂപ്പ് ഉണ്ടാക്കാനൊന്നും അദ്ദേഹം ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തെ പിന്തുണച്ച പല നേതാക്കളും അതോടുകൂടി തന്നെ അദ്ദേഹത്തെ ഉപേക്ഷിച്ച് പിണറായി പക്ഷത്തേക്ക് ചേർന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. തൻ്റെ കൂടെയുള്ളവർ അസന്തുഷ്ടരല്ലെന്ന് ഉറപ്പ് വരുത്തുന്നതിൽ പിണറായി വിജയനും പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു വിമർശനമായി പറയുകയല്ല, എന്നിരുന്നാൽ കൂടിയും പൊതുജന പിന്തുണ ലഭിക്കുന്ന എന്നാൽ പാർട്ടിയിൽ ഒറ്റപ്പെട്ടു പോകുന്ന VS-നെയാണ് നമ്മൾ ഒരു ഘട്ടത്തിൽ ആ ഒരു കാഴ്ചയും നമ്മൾ കാണുകയും ചെയ്തു. ഇതോടെ പിണറായി നേതാവായ കണ്ണൂർ ഗ്രൂപ്പ് പാർട്ടിയിൽ ആധിപത്യം നേടുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാചകങ്ങൾ നീട്ടിയും വാക്കുകൾ ആവർത്തിച്ചുമുള്ള പ്രസംഗ ശൈലി VS-ന്റെ സവിശേഷതയായിരുന്നു.
ആദ്യകാലത്ത് ഇങ്ങനെ ആയിരുന്നില്ല പ്രസംഗമെങ്കിലും പിന്നീട് ആ പ്രത്യേക രീതിയിലേക്ക് മാറുകയായിരുന്നു VS. ചന്ദനം സംബന്ധിച്ചുണ്ടായ ചർച്ച നടക്കുമ്പോൾ അന്നത്തെ പ്രതിപക്ഷ നേതാവ് അനങ്ങിയില്ല. ഞാനീ പറയുന്നത് സിൻഡിക്കേറ്റ് എന്ന് ആക്ഷേപിക്കുന്നവരെ തന്നെ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിക്കുന്ന ആളുകളാണ് ഇത് കുഴപ്പത്തിനെല്ലാം കാരണം. സത്യം എപ്പോഴെങ്കിലും ആരെങ്കിലും മറച്ചു വെക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് വിജയിക്കില്ലെന്നും ഒരു നാൾ അതെല്ലാം പുറത്തു വരും എന്നുമുള്ള കാര്യം. പ്രവർത്തനം കൊണ്ട് മാത്രമല്ല സംസാരം കൊണ്ടും ജനമനസ്സുകളിൽ ഇടം നേടുകയായിരുന്നു VS. പ്രതിപക്ഷ നേതാവിന്റെ പദവിയിൽ തിരക്കിട്ട് വേദികളിലെത്തിയ കാലത്താണ് VS തന്റേതായ തനത് പ്രസംഗ ശൈലിയിലേക്ക് മാറിയത്. വിമർശനത്തിനും കളിയാക്കലിനുമൊക്കെ ആ ശൈലി ചന്തം കൂട്ടി. VSനെ അനുകരിക്കുന്നവരും ആ പ്രസംഗ രീതിയിലൂടെയാണ് നേതാവിനെ അവതരിപ്പിച്ചത്. കറുത്തതോ വെളുത്തതോ ഒന്നും ഞങ്ങൾ നോക്കിയിട്ടില്ല. ഞാൻ നോക്കിയിട്ടില്ല. വിശേഷിച്ച് എലിയെ പിടിക്കുമെന്നാണ് നോക്കുന്നത്. നോക്കിയപ്പോൾ നല്ല പോലെ കുഞ്ഞെലികളെ വരെ പിടിക്കുകയാണ്. വലിയ എലികളോ ആദ്യം പിടിച്ചു കഴിഞ്ഞ്. ആർക്കും മനസ്സിലാകും വിധം ലളിതമായിരുന്നു VSന്റെ വാക്കുകൾ. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ശൈലിയിൽ ആകൃഷ്ടരായി. അവസാന കാലത്ത് അവശതകളുടെ സമയത്ത് എഴുതി തയ്യാറാക്കിയ വാക്കുകളുമായാണ് VS വേദികളിലും മൈക്കിനും മുന്നിൽ എത്തിയത്. പ്രതികരണത്തിനും നിലപാടറിയിക്കുന്നതിനും സോഷ്യൽ മീഡിയയും വാർത്താക്കുറിപ്പുമൊക്കെ VS വിനിയോഗിച്ചു. ഇവിടെ പങ്കെടുത്തിട്ട് വളരെ വേഗം പോകുന്നു എന്നുള്ളതിൽ എനിക്ക് ദുഃഖമുണ്ടെങ്കിലും പോകാതെ നിർവാഹമില്ല എന്നുകൊണ്ട് ഞാൻ സ്ഥലം വിടുകയാണ് എന്ന് നിങ്ങളെ അറിയിക്കുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. VSന്റെ പ്രസംഗ ശൈലി എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ VSനെ മികച്ച പ്രചാരകനാക്കാൻ CPM പലപ്പോഴും അദ്ദേഹത്തെ തന്നെയാണ് തിരഞ്ഞെടുത്തതും. അത് മികച്ച പ്രചാരകനാണെന്ന് അദ്ദേഹം പലകുറി തെളിയിച്ചിട്ടുമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജനകീയതയും പ്രസംഗ ശൈലിയുമൊക്കെ അനന്യമാണ്. നമുക്കെല്ലാവർക്കും അത് ഇഷ്ടവുമാണ്. ഈ അഴിമതിക്കെതിരെയും ഒപ്പം അസാൻമാർഗികമായിട്ടുള്ള പല പ്രവർത്തനങ്ങൾക്കെതിരെയുമൊക്കെ VSന്റെ വാക്കുകളൊക്കെ ചാട്ടുളി പോലെ അദ്ദേഹം ആ വാക്കുകളുടെ മൂർച്ചയിൽ പറയുന്നത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നിരുന്നു. അതുതന്നെയാണ് അവർ ആകൃഷ്ടരാകാനുള്ള ഒരു പ്രധാന കാരണവുമെല്ലാം. VSന്റെ പ്രസംഗമൊക്കെ പല നേതാക്കളെയൊക്കെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രസംഗങ്ങളൊക്കെ അത് കൊള്ളേണ്ടിടത്ത് തന്നെ കൃത്യമായി കൊള്ളുന്നതും പാർട്ടിയിൽ ഉൾപ്പെടെ പ്രതിപക്ഷത്തായിരിക്കുന്നപ്പോൾ ഭരണ നേതാക്കളെയൊക്കെ അത്തരത്തിൽ വിമർശിക്കുന്നത് കൊള്ളേണ്ടിടത്ത് തന്നെ അത് കൊണ്ടിട്ടുമുണ്ട്. VSന്റെ പ്രചാരണ മികവിൻ്റെ ഈ ഒരു ഫലമൊക്കെ അനുഭവിക്കാനായത് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികൾക്കാണെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാനാകും. ഈ അവസാന ഘട്ടത്തിലൊക്കെ ഈ പാർട്ടി ജയിച്ചപ്പോഴൊക്കെ അദ്ദേഹത്തിന് ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനം കൊടുക്കുന്നതിൽ പോലും ഒരു വൈമനസ്യമുണ്ടായതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒടുവിൽ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരിയുടെയൊക്കെ ഇടപെടലിലൂടെയാണ് അത് സാധ്യമായത്. ചെയർമാൻ സ്ഥാനത്ത് ഏകദേശം ഒരു 10 മാസം തുടർന്നിട്ടും അദ്ദേഹത്തിൻ്റെ ജീവനക്കാർക്ക് ശമ്പളമോ മറ്റ് ആനുകൂല്യങ്ങളോ കിട്ടിയിട്ടില്ല. ഒടുവിൽ അതിലും കേന്ദ്ര നേതൃത്വത്തിന് ഇടപെടേണ്ടി വന്നു. പുറത്തുള്ള രാഷ്ട്രീയ എതിർപ്പുകളേക്കാൾ തീവ്രമാണ് പലപ്പോഴും VSന് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്നത് എന്നുള്ളതാണ്. അഴിമതിയും അധാർമിക പ്രവർത്തനവും ഭരണപരാജയം എന്നിവയ്ക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ നിന്നും VS ഒരിക്കലും ഒരു കാലത്തും ആരെയും ഒഴിവാക്കിയിട്ടില്ല. അതിനെതിരെയൊക്കെ അദ്ദേഹം ധീരമായ നിലപാടുകൾ തന്നെ പലപ്പോഴായിട്ടും എടുത്തിട്ടുണ്ട്. ചില കേസുകളാണെങ്കിൽ അത് ഇപ്പോഴും തുടരുകയാണ് എന്ന് വേണമെങ്കിൽ പറയാം. SPC ജോണിൻ്റെ പ്രതികരണം വരുന്നുണ്ട്, അതിലേക്ക്. വളരെ ദാരിദ്ര്യം പിടിച്ച അന്തരീക്ഷത്തിൽ ദാരിദ്ര്യത്തോടും അസമത്വങ്ങളോടും പൊരുതിയ VS എന്ന ഒരു ചെറിയ ബാലൻ, അച്യുതാനന്ദൻ എന്ന ബാലൻ, പിന്നീട് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ദാരിദ്ര്യം മാറ്റുന്നതിന് വേണ്ടി, അവർക്ക് ജീവിക്കാൻ അവസരമുണ്ടാക്കുന്നതിന് വേണ്ടി ഐതിഹാസികമായ നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അതുല്യനായ ഒരു മഹത് വ്യക്തിയാണ് അദ്ദേഹം. കേരളം കണ്ട ഏറ്റവും ധീരരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഏറ്റവും പ്രമുഖനായി തന്നെ
ചരിത്രം രേഖപ്പെടുത്തുമെന്ന് ഞാൻ കരുതുന്നു. CMB PS അച്യുതാനന്ദൻ്റെ ചരമത്തിൽ വേർപാടിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നു. ഒപ്പം വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തോടൊപ്പം വിദ്യാർത്ഥി രംഗത്ത് നിന്നും പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക്, അദ്ദേഹം സെക്രട്ടറി ആകുമ്പോൾ പ്രസിഡന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ച ഒരാളെന്ന നിലയ്ക്ക് വളരെ അടുത്ത ബന്ധങ്ങൾ അയവർക്കുകയാണ്. ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നും ഒരു മാതൃകയായിരിക്കട്ടെ. അഴിമതി പുരളാത്ത ജീവിതം നമുക്ക് ഒരു മാതൃകയായിരിക്കട്ടെ. MV ജയരാജൻ VSനെ അനുസ്മരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. അനീതിക്കെതിരെ പോരാളിയും അധർമ്മത്തിനെതിരെ തേരാളിയുമായിട്ടുള്ള ഒരു പുരുഷായുസ് മുഴുവൻ നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിച്ച ജീവിതമാണ്. വിപ്ലവത്തിൻ്റെ ഇതിഹാസമെന്ന് വിശേഷിപ്പിക്കാവുന്ന VSൻ്റെ വേർപാടിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. തല നരയ്ക്കുവതല്ലൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും. ഈ വാക്കുകൾ നമ്മൾ നിരന്തരം കേട്ടിരുന്നതാണ്. VSൻ്റെ വാക്കുകൾ അത്രത്തോളം കേട്ടിരുന്ന രാഷ്ട്രീയ കേരളവും ഉണ്ടായിരുന്നു. VS CPM സംസ്ഥാന സെക്രട്ടറി ആകുന്നത് 1980-92 കാലഘട്ടത്തിലാണ്. 1967, 1970, 1991, 2001, 2006, 2011, 2016 വർഷങ്ങളിൽ സംസ്ഥാന നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. 1992 മുതൽ 1996 വരെയും 2001 മുതൽ 2006 വരെയും സഭയിൽ പ്രതിപക്ഷ നേതാവായി. 2006 മെയ് 18 മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ ഓർത്തുപോകുന്ന ഒരു കാര്യമുണ്ട്. പിണറായി വിജയനുമായുള്ള അഭിപ്രായ ഭിന്നതയെക്കുറിച്ച് പരസ്യ പ്രസ്താവന ഇറക്കിയതിലൂടെയാണ് 2007 മെയ് 26 അദ്ദേഹത്തെ പൊളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കുന്നത്. തൽക്കാലത്തേക്കുള്ള നടപടി മാത്രമായിരുന്നു അത്. അപ്പോഴും അദ്ദേഹം തന്നെയായിരുന്നു മുഖ്യമന്ത്രി. 2009 ജൂലൈ 12 വീണ്ടും അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാണിച്ച് അദ്ദേഹത്തെ പൊളിറ്റ് ബ്യൂറോയിൽ നിന്നും പുറത്താക്കുകയും കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തുകയും ചെയ്യുകയുണ്ടായി. പക്ഷേ ഇതിൽ നിന്നുമൊക്കെ അദ്ദേഹം പിന്തിരിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമ്മൾ ഉച്ചത്തിൽ കേട്ടുകൊണ്ടേയിരുന്നു. ജയം മാത്രമല്ല, പരാജയവും ഒട്ടേറെ തവണ അദ്ദേഹം രുചിച്ച് അറിഞ്ഞിട്ടുമുണ്ട്. പാർലമെന്ററി ജീവിതത്തിൽ VS അച്യുതാനന്ദൻ 1965 അമ്പലപ്പുഴ മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചപ്പോൾ തോൽവിയായിരുന്നു ഫലം. ആദ്യത്തെ മത്സരവുമായിരുന്നു അദ്ദേഹത്തിനത്. കോൺഗ്രസിലെ KS കൃഷ്ണക്കുറുപ്പിനോട് 2327 വോട്ടുകൾക്ക് അദ്ദേഹം അന്ന് തോറ്റു. എന്നാൽ 67 കോൺഗ്രസിലെ തന്നെ A അച്യുതാനന്ദനെ 9515 വോട്ടുകൾക്ക് തോൽപ്പിച്ച് അദ്ദേഹം നിയമസഭാ അംഗമായി. 70 RSPയിലെ KK കുമാരപിള്ളയെ VS തോൽപ്പിച്ചു. എന്നാൽ 77 കുമാരപിള്ളയോട് 5585 വോട്ടുകൾക്ക് തോൽവി അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടിയും വന്നു. പിന്നെ നീണ്ട ഇടവേളയാണ് അദ്ദേഹം എടുത്തത്. ശേഷം 91 മാരാരിക്കുളം മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലേക്ക് മത്സരിച്ചു. അന്ന് കോൺഗ്രസിലെ D സുഗതനെ 9980 വോട്ടുകൾക്കാണ് അദ്ദേഹം തോൽപ്പിച്ചത്. എന്നാൽ 96 മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയെന്ന് വിളിക്കപ്പെടുന്ന മാരാരിക്കുളത്ത് തോൽക്കേണ്ടി വന്നു VSന്. സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരു വിഭാഗമാണ് അദ്ദേഹത്തിൻ്റെ തോൽവിക്ക് പിന്നിലെന്ന് പിന്നീട് തെളിഞ്ഞു. പക്ഷേ അതോടെ VSന് ഒരു ശക്തമായ പിന്തുണ കിട്ടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു. 2001 അദ്ദേഹം ആലപ്പുഴ ജില്ല വിട്ട് മലമ്പുഴ മണ്ഡലത്തിലെത്തി. ചെറിയ ഭൂരിപക്ഷം മാത്രമാണ് നേടാനായതെങ്കിലും അദ്ദേഹം വിജയിച്ചു. 2006 ഇതേ മണ്ഡലത്തിൽ മുൻ എതിരാളിയായ സതീശൻ പാച്ചേനിയെ വമ്പിച്ച ഭൂരിപക്ഷത്തിന് അദ്ദേഹം തോൽപ്പിച്ചു. പിന്നീടൊക്കെയാണ് അദ്ദേഹം പാർട്ടിക്ക് വേണ്ടാത്ത മുഖ്യമന്ത്രിയായത് എന്ന് പലരും പറഞ്ഞിട്ടുമുണ്ട്. 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ VS മുഖ്യമന്ത്രിയാകുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായിരുന്നു. പാർട്ടിക്കുള്ളിലെ വിഭാഗീയത തന്നെയായിരുന്നു അതിൻ്റെ കാരണവും. നിരവധി വിമർശനങ്ങൾ അദ്ദേഹത്തിനെതിരെ എടുത്ത് പ്രയോഗിക്കപ്പെടാറുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ ജനകീയതയ്ക്ക് മാത്രം ഒരു കോട്ടവും തട്ടിയിരുന്നില്ല. കേരളത്തിൽ VS അച്യുതാനന്ദൻ ഗവൺമെന്റ് നിലനിൽക്കുന്നിടത്തോളം കാലം നാട്ടിന്റെ കൊള്ളയടി ഇവിടെ നടക്കാൻ പോകുന്നില്ല.
2006 മലമ്പുഴയിൽ നിന്ന് 20,017 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടെയാണ് VS അച്യുതാനന്ദൻ കേരളത്തിൻ്റെ 20ാമത്തെ മുഖ്യമന്ത്രിയാകുന്നത്. 2011 2016 VSൻ്റെ മണ്ഡലം മലമ്പുഴ തന്നെയായിരുന്നു. ഇരുവട്ടവും മണ്ഡലത്തിലെ വോട്ടർമാർ അദ്ദേഹത്തെ പിന്തുണയ്ക്കുകയും ചെയ്തു. ഇതായിരുന്നു നേരത്തെ സൂചിപ്പിച്ചത്. VS ജയിച്ചപ്പോൾ പാർട്ടി പരാജയപ്പെടുകയും പാർട്ടി ജയിച്ചപ്പോഴൊക്കെ VS പരാജയപ്പെടുകയും ചെയ്തിരുന്നു. 2011 2016 കാലഘട്ടത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവാവുകയും ചെയ്തു. 2016 ഓഗസ്റ്റ് 9 മുതൽ 2021 ജനുവരി 31 വരെയായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷനായി VS മാറിയത്. സമരത്തീച്ചൂളയിലെ കനൽ വഴികളിലൂടെ ഒരു നൂറ്റാണ്ട് നടന്നു തീർത്ത മനുഷ്യൻ. പാർട്ടിക്കുള്ളിലായാലും പൊതുമണ്ഡലത്തിലായാലും പോരാട്ടത്തിന് ഒരു ആൾരൂപമുണ്ടെങ്കിൽ അതായിരുന്നു കേരളം നെഞ്ചോട് ചേർത്ത് വച്ച ആ രണ്ടക്ഷരം. ദുരിതത്തിന്റെ മാറാപ്പുമായി പിച്ചവെച്ചു തുടങ്ങിയ ബാല്യം, കയ്പുനീരിന്റെ കൗമാരവും താണ്ടി പട്ടിണിയുടെ രാഷ്ട്രീയ ആലയിൽ യൗവനമെത്തും മുമ്പേ മിനുക്കിയെടുത്ത അരിവാളുമായി പടവെട്ടി മുന്നേറി ഒടുവിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും രാജ്യത്തെ തന്നെ തലപ്പൊക്കമുള്ള നേതാവുമായി മാറിയ ആ ഒരു നൂറ്റാണ്ടിനെ എങ്ങനെയാണ് വിവരിച്ചു തീർക്കാനാകുക? കുട്ടിക്കാലത്ത് അച്ഛനും അമ്മയും നഷ്ടമായപ്പോൾ 7ാം ക്ലാസ്സിൽ പഠനം ഉപേക്ഷിച്ച് ജ്യേഷ്ഠന്റെ തയ്യൽക്കടയിൽ ജോലി ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ ജീവിതയാതനകൾ അറിഞ്ഞു തുടങ്ങിയെന്ന് ആത്മകഥയിൽ അടയാളപ്പെടുത്തുന്നു. ആസ്പിൻവാൾ കയർ ഫാക്ടറിയിലെ ജോലിക്കിടയിൽ P. കൃഷ്ണപിള്ളയുമായുള്ള കൂടിക്കാഴ്ച VS എന്ന കാലം കാത്തുവെച്ച കമ്മ്യൂണിസ്റ്റ് നേതാവിനെ പരുവപ്പെടുത്തി. പിന്നെ അങ്ങോട്ട് കണ്ടത് തൊഴിലാളി പ്രസ്ഥാനങ്ങളെ പടുത്തുയർത്തിയ നിലയ്ക്കാത്ത പോരാട്ട വീര്യത്തിന്റെ നിത്യയൗവനം. നെറിയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ, കഴലകലൻ കരളു കൊടുത്തേ വെയിലിൻ പൊള്ളി. പ്രക്ഷോഭ ചരിത്രങ്ങളുടെ എക്കാലത്തെയും വലിയ ഏടായ പുന്നപ്രവയലാർ സമരത്തിന്റെ നായകൻ. ജയിലിൽ കൊടിയ മർദ്ദനം ഏറ്റുവാങ്ങി മരിച്ചുവെന്ന് കരുതി പോലീസുകാർ ഉപേക്ഷിച്ച് ഒടുവിൽ ജീവന്റെ തുടിപ്പുമായി തിരികെ വന്ന 2ാം ജന്മം. കർഷക തൊഴിലാളികളുടെ അവകാശ സമരങ്ങളിലൂടെ, പട്ടയ സമരങ്ങളിലൂടെ എവിടെയും പോരാടുന്നവരുടെ പ്രതീക്ഷയും പ്രതീകവുമായി നിന്നു. വർഗസമരങ്ങൾ കേരളം കണ്ട എക്കാലത്തെയും വലിയ ജനമുന്നേറ്റങ്ങളായി മാറി. ഇരകളാകപ്പെടുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിനും നീതിക്കും വേണ്ടി സമരഭൂമിയിൽ അവരോടൊപ്പം ചേർന്ന് നിന്ന മറ്റൊരു നേതാവിനെ ഇന്നോളം കേരളം കണ്ടിട്ടില്ല. അഴിമതിക്കെതിരായി നിയമവേദികളിൽ നിന്നുള്ള തുറന്ന പോരാട്ടം ശത്രുക്കളെ പാർട്ടിക്കകത്തും പുറത്തും കൂടെ കൂട്ടി. K. കരുണാകരൻ, R. ബാലകൃഷ്ണപിള്ള, P. K. കുഞ്ഞാലിക്കുട്ടി, എന്തിനേറെ സാക്ഷാൽ പിണറായി വിജയന് പോലും അതിന്റെ പൊള്ളലേറ്റു. പ്രകൃതി ചൂഷണത്തെയും വികസനത്തെയും മാർക്സിസ്റ്റ് കാഴ്ചപ്പാടിൽ സമീപിച്ചു. 78ാം വയസ്സിൽ മതികെട്ടാൻ മല നടന്നു കയറുമ്പോൾ രാഷ്ട്രീയത്തിനപ്പുറം ജനനായകനായ പ്രതിപക്ഷ നേതാവിന്റെ പടവുകൾ കൂടി കയറുകയായിരുന്നു. കൂടെ മല കയറിയ ചെറുപ്പക്കാർ കിതച്ചപ്പോൾ ക്ഷീണമറിയാതെ മുന്നേറിയ പോരാളിയുടെ ഊർജം കേരളം തൊട്ടറിഞ്ഞു. 83ാം വയസ്സിൽ മുഖ്യമന്ത്രി പദം. VS അച്യുതാനന്ദൻ ആയ ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ കയ്യേറ്റത്തിനെതിരെ വാളോങ്ങി മുന്നിൽ നിന്ന് നയിച്ച മൂന്നാർ ദൗത്യം രാഷ്ട്രീയ കൊടുങ്കാറ്റിൽ അകാല ചരമം പ്രാപിച്ചപ്പോഴും മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്ന ആ പ്രതിബദ്ധത അവസാനം വരെയും ഒറ്റയ്ക്ക് പോരാടിക്കൊണ്ടിരുന്നു. പ്രളയത്തിലും ഉരുൾപൊട്ടലിലും കേരളം ആടിയുലയുമ്പോൾ ഓർമ്മിക്കപ്പെടുന്നത് VS മുന്നോട്ട് വെച്ച പരിസ്ഥിതി രാഷ്ട്രീയം കൂടിയാണ്. ഇടിച്ചു നിരത്തപ്പെട്ട കുന്നുകളും കുടിയിറക്കപ്പെട്ട മനുഷ്യരും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയും ഇന്നും കാത്തിരിക്കുന്നത് ഇതുപോലെയൊരു നേതാവിനെയാണ്. തുടർഭരണവും ക്യാപ്റ്റനും കപ്പിത്താനുമൊക്കെയായി മുന്നേറുന്ന പ്രസ്ഥാനത്തിന് ആ ശൂന്യത നികത്താനാകുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിനായി കാത്തു നിൽക്കുന്നില്ല.
പക്ഷെ ഒന്നോർക്കുക, മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും വേണ്ടി പോരാടിയ VS അണഞ്ഞുപോകാത്ത പോരാട്ടത്തിന്റെ തീയോർമ്മയായി കത്തിജ്വലിച്ചുകൊണ്ടേയിരിക്കും വിപ്ലവം ഉള്ളിടത്തോളം കാലം. തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വം. പുതിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണ് എന്റെ യൗവനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിപ്ലവ നായകന് വിട, ചെന്താരകം വിട വാങ്ങുകയാണ്. മണ്ണിനും മനുഷ്യനും വേണ്ടി നിലകൊണ്ട VS സ്ത്രീകളോടുള്ള കരുതലും സ്നേഹവും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് സൂര്യനെല്ലി ഐസ്ക്രീം പാർലർ കേസ്, കിളിരൂർ കേസ് പോലുള്ളത്. VSന്റെ ഇടപെടലുകളൊക്കെ ഇപ്പോഴും ഓർക്കുകയാണ് ഈ നിമിഷത്തിൽ. 2006 മെയ് 18 21-അംഗ മന്ത്രിസഭയുമായി അദ്ദേഹം കേരളത്തിന്റെ 11ാമത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. 82 വയസ്സും 7 മാസവും പ്രായമുള്ള അദ്ദേഹം കേരളത്തിലെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രിയുമായിരുന്നു. സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് 2 മാസം മുൻപ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി ടിക്കറ്റ് നിഷേധിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. 2009 ജൂലൈ 12 CPIM പൊളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റിയും ലാവ്ലിൻ കൈക്കൂലിയിൽ പിണറായി വിജയനുമെതിരായ ആരോപണവും നിയമ നടപടികളുമായി ബന്ധപ്പെട്ട് എടുത്ത നിലപാടുകൾക്ക് അദ്ദേഹത്തെ PBയിൽ നിന്നും നീക്കി. അതൊക്കെ വലിയ വാർത്തയായിരുന്നു. മാധ്യമങ്ങളൊക്കെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തതുമാണ്. അങ്ങനെ തീച്ചൂളയിൽ നിന്നും കടന്നു വന്ന നേതാവിനെയാണ് നഷ്ടമാകുന്നത്. നിലപാടിൻ്റെ രാജകുമാരനാണ് വിട വാങ്ങുന്നത്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിലും അച്യുതാനന്ദന് CPM സീറ്റ് നിഷേധിച്ചിരുന്നു. പതിവ് പോലെ സംസ്ഥാനത്തുടനീളം പ്രതിഷേധ പ്രകടനങ്ങൾ അരങ്ങേറി. ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകളിലും കൂട്ടായ്മകൾ ഉണ്ടായി വന്നു. അവസാനം മലമ്പുഴയിൽ തന്നെ VS അച്യുതാനന്ദനെ മത്സരിപ്പിക്കാൻ CPIന്റെ പൊളിറ്റ് ബ്യൂറോ ഇടപെട്ടു. VS സ്ഥാനാർത്ഥിയാകുകയും 25,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു. 2 സീറ്റുകളുടെ വ്യത്യാസത്തിൽ LDFന് തുടർ ഭരണം നഷ്ടമായി. തെരഞ്ഞെടുപ്പിൽ പക്ഷേ ചരിത്രം സൃഷ്ടിച്ചത് VS ഫാക്ടറിന്റെ സ്വാധീനമായിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് രജിത് കുമാർ കൂടി ചേരുന്നുണ്ട്. രജിത്ത്, ഈ പൊതുദർശനത്തിനായി AKG സെന്ററിലേക്ക് കൊണ്ടുപോയോ? ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന അപ്ഡേറ്റ് എന്തൊക്കെയാണ്? VS അച്യുതാനന്ദന്റെ ഭൗതികദേഹം ഇപ്പോഴും ആശുപത്രിയിൽ തന്നെയാണ് ഉള്ളത്. അവിടെ നിന്നും ഇതുവരെയും ഇങ്ങോട്ടേക്ക് പൊതുദർശനത്തിന്റെ ആദ്യ വേദിയായിട്ടുള്ള AKG സെന്ററിലേക്ക് ഇതുവരെയും എത്തിച്ചിട്ടില്ല. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടൊപ്പം തന്നെ പൂർത്തിയായിട്ടുണ്ട്. VSനെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിന് മുമ്പ് തന്നെ സ്വീകരിക്കുന്ന ആളുകൾ എല്ലാവരും തന്നെ, നേതാക്കന്മാർ എല്ലാവരും തന്നെ ഇവിടേക്ക് എത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ ഇതിനോടകം തന്നെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. പഴയ AKG സെന്ററിലാണ് ഇതിനുള്ള ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. പഴയ AKG സെന്ററിന്റെ ഹാളിൽ തന്നെ VSന്റെ ഭൗതികദേഹം പൊതുദർശനത്തിനായി വെക്കുന്നതിനുള്ള ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചിരിക്കുന്നത്. നിരവധി പേരാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. വലിയൊരു ജനസാഗരം തന്നെയാണ് AKG സെന്ററിന്റെ മുന്നിലേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ 6 മണിയോടുകൂടി ഇവിടേക്ക് ഭൗതികദേഹം എത്തിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിൽ തന്നെയും ഇപ്പോൾ 6:40 കഴിഞ്ഞിരിക്കുന്നു. ഇതുവരെയും ഇങ്ങോട്ടേക്ക് എത്തിച്ചിട്ടില്ല. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ആശുപത്രിയിൽ നിന്നും ഭൗതികദേഹം ഇനിയും ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ്, ഭൗതികദേഹവുമായി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ നിരവധി നേതാക്കൾ, അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചവർ, അദ്ദേഹത്തെ ഗുരുവായി കണ്ട് പ്രവർത്തിച്ച ആളുകളൊക്കെയും തന്നെ ഇങ്ങോട്ടേക്ക് ഒഴുകിയെത്തുകയാണ്. ഒപ്പം തന്നെയാണ് നിരവധി ആളുകളും ജനസാഗരം തന്നെ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനസാഗരം തന്നെ AKG സെന്ററിന്റെ മുന്നിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച, റോഡിന് ഇരുവശവും ആളുകൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത്. രജിത്ത്, നിരവധി നേതാക്കളൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ അവിടെ എത്തിയത് നമ്മൾ കണ്ടതാണ്. തുടർന്ന് MV ഗോവിന്ദൻ്റെയൊക്കെ അദ്ദേഹം അത് മരണവാർത്ത സ്ഥിരീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബൈറ്റുകളൊക്കെ നമ്മൾ കണ്ടതുമാണ്. എങ്ങനെയാണ് നിലവിൽ? ഇനിയും നേതാക്കളൊക്കെ വീണ്ടും എത്തിത്തുടങ്ങിയോ?
പിന്നിട്ടിരിക്കുന്നു. ഒരുപക്ഷെ 7 മണിയോട് കൂടി മാത്രമേ ഭൗതികദേഹം AKG സെന്ററിലേക്ക് എത്തിക്കാൻ കഴിയൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മുടെ ലഭിക്കുന്ന വിവരമനുസരിച്ച് ആശുപത്രിയിൽ നിന്നും ഇതുവരെയും ഭൗതികദേഹവുമായി പുറപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. പ്രമുഖ നേതാക്കളൊക്കെയും തന്നെ ആശുപത്രിയിലാണ് ഉള്ളത്. എന്നാൽ AKG സെന്ററിലേക്ക് മറ്റു നേതാക്കളൊക്കെയും തന്നെ എത്തുന്ന കാഴ്ചയാണ്. ഇവിടെ എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു. പൊതുദർശനത്തിനായിട്ടുള്ള ഒരുക്കങ്ങൾ ആദ്യ പൊതുദർശനം നടക്കുന്നത് പഴയ AKG സെന്ററിന്റെ ഹാളിൽ തന്നെയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ ഇവിടെ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ഭൗതികദേഹം എത്തിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ രാത്രി ഇവിടെ പൊതുദർശനമാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ അരുൺകുമാറിന്റെ വസതിയിലേക്ക് രാത്രിയിൽ തന്നെ കൊണ്ടുപോകും എന്നാണ് അറിയുന്നത്. തുടർന്നുള്ള പൊതുദർശനം രാത്രിയിൽ അരുണിന്റെ വസതിയിലായിരിക്കും, VSന്റെ തിരുവനന്തപുരത്തെ വസതിയിലായിരിക്കും ഉണ്ടാവുക. അവിടെ നിന്നും പിന്നീട് രാവിലെ 9 മണിയോട് കൂടിയാണ് ദർബാർ ഹാളിലേക്ക് പൊതുദർശനത്തിനായി ഭൗതികദേഹം എത്തിക്കുക എന്നാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തീകരിച്ചിട്ടുമുണ്ട്. ദർബാർ ഹാളിലടക്കമുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് എന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും നേരെ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഉള്ളത്. ആശുപത്രിയിൽ നിന്നും ഭൗതികദേഹം AKG സെന്ററിലേക്ക് അദ്ദേഹത്തിനെ നമുക്കറിയാം 10 വർഷക്കാലത്തോളം അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. സംസ്ഥാന സെക്രട്ടറിയായി കൂടുതൽ കാലം ആ സമയം മുതലാണ് അദ്ദേഹം തിരുവനന്തപുരത്തെ AKG തിരുവനന്തപുരത്തേക്ക് അദ്ദേഹത്തിന്റെ തട്ടകം തന്നെ മാറ്റുന്നത്. അത്തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ 10 വർഷക്കാലത്തോളം പാർട്ടി സംബന്ധമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച അതേ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തിക്കുകയാണ്. ആ സമയത്ത് ഇവിടെ അതിനുള്ള ഒരുക്കങ്ങൾ നേതാക്കൾ എല്ലാവരും തന്നെ ചേർന്ന് നടത്തിയിരിക്കുന്നു എന്നതാണ്. ഇനി അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് എത്തുന്നതും കാത്ത് ആയിരക്കണക്കിന് പേരാണ് ഇപ്പോൾ ഈ AKG സെന്ററിന്റെ മുന്നിലും റോഡിലുമായി ഉള്ളത്. നിരവധി ആളുകൾ റോഡിൽ ഇരുവശവുമായി കാത്തു നിൽക്കുന്നു. ഒപ്പം തന്നെ നേതാക്കളൊക്കെയും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്തരത്തിൽ VSന്റെ നേതാക്കളൊക്കെയും തന്നെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് തന്നെ VSന്റെ വിടവ് ഒരു തരത്തിലും നികത്താൻ കഴിയാത്ത വിടവാണ്. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ വിപ്ലവ വീര്യം അത് തങ്ങൾക്കും ഇനിയുള്ള ഈ വീര്യം പകരുന്ന ഒന്നായിരിക്കും എന്ന രീതിയിൽ ആണ് നേതാക്കളൊക്കെയും തന്നെ അദ്ദേഹത്തെ അനുസ്മരിക്കുകയും ചെയ്യുന്നത്. അവരെല്ലാവരും കാത്തിരിക്കുകയാണ് VSനെ ഇനി കാണുന്നതിനായി. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന സജീവത ഏറ്റവും നിറഞ്ഞു നിന്ന AKG സെന്ററിലേക്കാണ് ഒരുപക്ഷെ അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ആദ്യമായി പൊതുദർശനത്തിനായി എത്തിക്കുകയും ചെയ്യുന്നത്. നിരവധി പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ആളുകളും നേരത്തെ സൂചിപ്പിച്ച റോഡ് നിറയെ ആളുകൾ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. റോഡിന്റെ ഇരുവശവുമായി ആളുകൾ തിങ്ങി നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇവിടെ പൊതുദർശനത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാവരും ഇവിടെ എത്തുന്ന എല്ലാവർക്കും തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം കണ്ടുമടങ്ങുന്നതിനുള്ള ഒരുക്കങ്ങൾ ഉൾപ്പെടെ ഇവിടെ പൂർത്തീകരിച്ചുകൊണ്ടാണ് AKG സെന്റർ അദ്ദേഹത്തിന്റെ ഭൗതികദേഹത്തിനായി കാത്തു നിൽക്കുന്നത്. നേതാവ് അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി നിരവധി പേർ ഇപ്പോഴും പഴയ AKG സെന്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് രജിത്ത് പറയുന്നത്. ഭൗതികദേഹം ഇപ്പോഴും SUT ആശുപത്രിയിലാണുള്ളത്. അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം പഴയ AKG സെന്ററിലേക്ക് എത്തിക്കും. അവിടെ VSനെ കാണാനുള്ള ആളുകൾക്ക് അദ്ദേഹത്തെ കാണാനുള്ള ഒരുക്കങ്ങളെല്ലാം അവസാന ഘട്ടത്തിലാണ്. അവിടെ സജ്ജീകരണങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. രജിത്താണ് വിവരം നൽകിയത്. മാതാപിതാക്കൾ അകാലത്തിൽ നഷ്ടമായതോടെ തണൽ നഷ്ടമായ ബാല്യകാലം. 7ാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിക്കാൻ നിർബന്ധിതനായ അദ്ദേഹം ജ്യേഷ്ഠൻ്റെ തയ്യൽക്കടയിൽ സഹായിയായി. 1940 17ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗം. രാഷ്ട്രീയ ഗുരുവായി മാറിയ P. കൃഷ്ണപിള്ളയുമായുള്ള കൂടിക്കാഴ്ച അണിയിൽ നിന്നും നേതാവിലേക്കുള്ള വളർച്ചയിലേക്ക് അദ്ദേഹത്തെ നയിച്ചു. പ്രക്ഷോഭങ്ങളും പോലീസ് മർദ്ദനവും ജീവിതത്തിന്റെ ഭാഗമാകുന്നതിനിടയിൽ പടിപടിയായി പാർട്ടിയുടെ തലപ്പത്ത്. പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിയും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും. മണ്ണിനും മനുഷ്യനും വേണ്ടിയുള്ള പോരാട്ടത്തിനൊടുവിൽ മനസ്സുകൾ കീഴടക്കി ഒടുവിൽ മണ്ണിലേക്ക് വിട. മലയാളികളുടെ വിപ്ലവ സൂര്യന.
ഉറച്ച നിലപാടുകൾ തന്നെയായിരുന്നു VSൻ്റെ ഇന്ധനമെന്ന് പറയുന്നത്. ജീവിതവും അനുഭവങ്ങളുമായിരുന്നു അദ്ദേഹത്തിൻ്റെ സർവകലാശാല. VS വിട്ടുവീഴ്ചയില്ലാതെ ചേർത്തുപിടിച്ച നിലപാടുകളും ആ പോരാട്ട വീഥികളുമാണ് അദ്ദേഹത്തിന് പിന്നിൽ അണിനിരന്നവരുടെയും ഏറ്റവും വലിയ മൂലധനം. ഇങ്ങനെയൊരു നേതാവ് ഇനി ഉണ്ടാകുമോ എന്ന് തന്നെ സംശയമാണ്. കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്ന് തന്നെ നമുക്ക് VSനെ വിളിക്കാനാകും. കാരണം അദ്ദേഹം എപ്പോഴും ചേർന്ന് നിന്നത് സാധാരണക്കാരോടൊപ്പമായിരുന്നു. മുഷ്ടി ചുരുട്ടി മുന്നിട്ട് നിന്നത് അവരുടെ സമര പോരാട്ടങ്ങൾക്ക് വേണ്ടിയാണ്. അവർക്ക് ഊർജമായി, കരുത്തായി ഏറ്റവും മുന്നിൽ നിന്ന് പോരാടാൻ VS അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു. കണ്ണേ കരളെ എന്ന് നമ്മൾ മറ്റൊരു നേതാവിനെയും വിളിച്ചിട്ടില്ല. VS നിലനിന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. അദ്ദേഹത്തെ വളർത്തിയതും ഈ ജനത തന്നെയാണ്. ആയിരത്തി 1938 തൊഴിലാളി യൂണിയൻ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നതോടെയാണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. VSൻ്റെ സമരജീവിത കാലഘട്ടത്തിലെ ഏടുകളിൽ പൂഞ്ഞാറിനുമുണ്ട് വലിയൊരു പ്രാധാന്യം. പുന്നപ്ര വയലാർ സമരത്തെ തുടർന്ന് VS ഒളിവിൽ കഴിഞ്ഞത് പൂഞ്ഞാറിലായിരുന്നു. പൂഞ്ഞാറിൽ നിന്ന് തന്നെയാണ് VSനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതും. VSൻ്റെ പേരിൽ ഇപ്പോൾ പൂഞ്ഞാറിൽ ഒരു റോഡുമുണ്ട്. 1946 നടന്ന പുന്നപ്ര സമരത്തിൽ പങ്കെടുത്ത് പോലീസ് നടപടി നേരിട്ടതിനെ തുടർന്നാണ് VS അച്യുതാനന്ദൻ ഉൾപ്പെടെയുള്ളവർക്ക് ഒളിവിൽ പോകേണ്ടി വന്നത്. VS ഒളിച്ചു താമസിക്കാൻ തെരഞ്ഞെടുത്തത് പൂഞ്ഞാറായിരുന്നു. വൈദ്യനും പാർട്ടി അനുഭാവിയുമായ വാലാനിക്കൽ ഇട്ടിണ്ടാൻ്റെ വീട്ടിലായിരുന്നു ആദ്യത്തെ 3 ആഴ്ച ഒളിവു ജീവിതം. വൈദ്യനായിരുന്ന ഇട്ടിണ്ടാനെ കാണാൻ ധാരാളം പേർ ഇവിടെ എത്തുമായിരുന്നു. അതിനാൽ ആ വീട്ടിലെ താമസം സുരക്ഷിതമല്ലെന്ന് തോന്നിയതോടെ ഇട്ടിണ്ടാൻ്റെ ബന്ധുവീടായ കരിമാലിപ്പുഴ വീട്ടിലേക്ക് മാറി. ഇവിടെ താമസിക്കുന്നതിനിടെ വീടിന് താഴെയുള്ള മൂവേലിത്തോട്ടിൽ പോയി VS എന്നും കുളിക്കുമായിരുന്നു. ഈ കുളിയാണ് VSനെ കുടുക്കിയതെന്ന് പൂഞ്ഞാറിലെ മുതിർന്ന CPM നേതാക്കളിൽ ഒരാളായ EA മോഹനൻ ഓർത്തെടുക്കുന്നു. ആ സമയത്ത് അവിടെയെല്ലാം കാട് പിടിച്ച പ്രദേശമാണ്. വഴി യാത്രകളൊന്നുമില്ല. നാട്ടുകാരും വളരെ കുറവാണ്. അപ്പം അവിടെ ഉള്ള ഒരു മൂവേലി തോട് എന്ന് പറയുന്നൊരു തോട്ടിൽ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കുളിക്കാൻ വേണ്ടി പോകുമായിരുന്നു. ആ തോട്ടിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വഴി വന്ന ഒരു അധ്യാപകൻ അദ്ദേഹത്തെ ഇങ്ങനെ ചില ദിവസങ്ങളിൽ കൂടെ കാണാനിടയായതുകൊണ്ട് ഒരു അപരിചിതൻ ഇങ്ങനെ ഇവിടെ കുളിക്കാൻ വരുന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ള വിവരം പള്ളിയിലെ അച്ഛനോട് പറയുകയും. ശരി, മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നു. തത്സമയം ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. VS രണ്ടക്ഷരം കേരളീയ സമൂഹത്തിൽ പോരാട്ടത്തിൻ്റെ പ്രതീകമായി നിന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടയാളമാണ്. ദീർഘമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റേത്. കുട്ടിക്കാലം മുതൽ ആരംഭിച്ച സംഘടനാ പ്രവർത്തനം തൻ്റെ അവസാന നിമിഷം വരെ രോഗശയ്യയിൽ കിടപ്പിലാകുന്നത് വരെ നല്ല ഊർജ്ജസ്വലതയോടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായി തന്നെ അദ്ദേഹം മാറിയിരുന്നു. അന്നത്തെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന അവസാനത്തെ ആളാണ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത്. ഇനി ആരും ആ കൂട്ടത്തിൽ ബാക്കി കമ്മ്യൂണിസ്റ്റ് കേരളത്തിൻ്റെ വളർച്ചയ്ക്ക് അതുല്യമായ സംഭാവന നൽകിയ
നേതൃനിരയിൽ സഖാവ് VSന്റെ സ്ഥാനം. സംഘടനാ പ്രവർത്തനമായി അദ്ദേഹം കഴിവ് തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് സഖാവ് കൃഷ്ണപിള്ള ചുമതലപ്പെടുത്തിയതനുസരിച്ച് കുട്ടനാട് പോയി പ്രവർത്തിക്കുകയും അതുല്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘാടനത്തിൽ പങ്കാണ് പ്രവർത്തിച്ചതും മനസ്സിലുള്ളതാണ്. ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് നേതൃനിരയിൽ CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമായി അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. അദ്ദേഹം നേരത്തെ തന്നെ നിയമസഭാ പ്രവർത്തനത്തിൽ ഭാഗഭാക്കായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിയമസഭാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായി ഏടുവരുന്നത് പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴായിരുന്നു. അതും കേരളത്തിൽ ഒരു പുതിയ അനുഭവമുണ്ടാക്കിയതാണ്. പിന്നെ മുഖ്യമന്ത്രി എന്ന നിലയിൽ കൃത്യമായ സംഭാവനയും നേതൃത്വവുമാണ് അദ്ദേഹം നൽകിയത്. എല്ലാ തലങ്ങളിലും നല്ല നിലയിൽ പ്രവർത്തിച്ച് രോഗശയ്യയിലാകുന്നതുവരെ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നല്ല രീതിയിൽ ഇടപെട്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം CPIMനെ സംബന്ധിച്ച് വലിയ വിടവ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അദ്ദേഹം കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന നമ്മുടെ നാട്ടിലെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. VS എന്ന രണ്ടക്ഷരം കേരള സമൂഹത്തിൻ്റെ പോരാട്ടത്തിൻ്റെ പര്യായമായി നിലകൊള്ളുന്നു എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. VS അച്യുതാനന്ദൻ പാർട്ടിയുടെ ധനമെന്ന് പറഞ്ഞതും പിണറായി വിജയൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം പാർട്ടിയിൽ വലിയൊരു വിടവുണ്ടാക്കുന്നു എന്നുകൂടി പിണറായി വിജയൻ പറഞ്ഞു വയ്ക്കുന്നു. മന്ത്രി സജി ചെറിയാൻ ആലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വേലിക്കകത്തെ വീട്ടിൽ നിന്ന് മാധ്യമങ്ങളെ കാണുന്നു. VSന്റെ വേർപാട് ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും തൊഴിലാളി പ്രസ്ഥാനത്തിനും ദുർബല ജനവിഭാഗങ്ങൾക്കും തീരാ നഷ്ടമാണ്. ആലപ്പുഴ ജില്ലയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ പിന്നീട് CPIM എന്ന നിലയിൽ 1964 മുതൽ ആലപ്പുഴ ജില്ലയിലെ പാർട്ടിയെ വളർത്തി ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാക്കുന്നതിൽ VS ആണ് നേതൃത്വപരമായ പങ്ക് നിർവഹിച്ചത്. VS ഉയർത്തിക്കൊണ്ടുവന്ന പ്രവർത്തന ശൈലിയും സംഘടനാ രീതിയും പാർട്ടി അനുവർത്തിക്കുന്നു എന്നതാണ് എടുത്തു പറയാനുള്ള കാര്യം. മോചനത്തിനും പുരോഗതിക്കും വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടം, അതുപോലെ തന്നെ കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾക്ക് വേണ്ടി അവരുടെ ദുരിതപൂർണമായ ജീവിതത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നടത്തിയ പോരാട്ടങ്ങൾ, മാവേലിക്കര അടക്കമുള്ള താലൂക്കുകളിലെ, കാർത്തികപ്പള്ളി അടക്കമുള്ള താലൂക്കുകളിലെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെയും കശുവണ്ടി തൊഴിലാളികളുടെയും സാമൂഹ്യവും സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളും, ഈ ആലപ്പുഴ ജില്ലയിലെ കാർഷിക മേഖലയെ നിലനിർത്താൻ വേണ്ടി നടത്തിയ ശക്തമായ നിലപാടുകളും പോരാട്ടങ്ങളും VSനെ
ആലപ്പുഴ ജില്ലയിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത തരത്തിലുള്ള പോരാട്ട വീര്യമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അത്തരത്തിൽ 100 വർഷക്കാലം ജീവിതത്തിൻ്റെ പ്രധാന സന്ദർഭങ്ങളിലെല്ലാം പാവപ്പെട്ട മനുഷ്യരോടൊപ്പം നിലനിർപ്പിച്ച VS കാട്ടിയ മാതൃക ആലപ്പുഴ ജില്ലയിലെ പ്രസ്ഥാനത്തെ ശാക്തീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ചെയ്ത എല്ലാ സേവനങ്ങളെയും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. തുടർന്നുള്ള അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നാളെ രാത്രിയോടുകൂടിയാണ് ഭൗതിക ശരീരം ഇവിടെ അമ്പലപ്പുഴയിലെ വീട്ടിലെത്തുന്നത്. നാളെ രാത്രി അമ്പലപ്പുഴ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ മറ്റന്നാൾ രാവിലെ 9 മണിക്ക് ഇവിടെ നിന്ന് മൃതദേഹം നമ്മൾ നേരെ CPMൻ്റെ ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിക്കും. ഏകദേശം 11 മണിയോട് വരെ അവിടെ പൊതുദർശനം ഉണ്ടാവും. അതിനുശേഷം പോലീസ് റിക്രിയേഷൻ ഗ്രൗണ്ട് അവിടെ ആണ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്നത്. ഏതാണ്ട് ഉച്ചയ്ക്ക് 3 മണി വരെ അവിടെ പൊതുദർശനമാണ് ഉദ്ദേശിക്കുന്നത്. 3 മണിയോടുകൂടി അവിടെ നിന്ന് 4 മണിക്ക് വലിയ ചുടുകാട്ടിൽ ശവസംസ്കാര ചടങ്ങ് നടത്താനാണ് ഇപ്പോൾ ഒരു ആലോചന സംസ്ഥാന നേതൃത്വവുമായിട്ട് കൂടി ആലോചിച്ച് പെടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട MLA-മാരും ഞാൻ കൂടി പങ്കെടുത്ത കളക്ടറും ബന്ധപ്പെട്ട SP ഉള്ള ഉദ്യോഗസ്ഥന്മാരുമായി യോഗം നടത്തി. എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായ എല്ലാ രീതിയിലുമാണ് സംസ്കാര ചടങ്ങുകൾ നടത്താൻ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് അറിയിപ്പായിട്ട് പറയുന്നത്. അതെ, നമ്മളിപ്പോൾ ആദ്യം ആലോചിച്ച് ടൗൺ ഹാൾ ആലോചിച്ചെങ്കിലും നമുക്ക് ഈ വരുന്ന VSൻ്റെ വേർപാടെന്ന് പറയുമ്പോൾ കേരളം അക്ഷരാർത്ഥത്തിൽ ആലപ്പുഴ എത്തുമെന്നുള്ളത് വസ്തുതയാണ്. മാത്രമല്ല ഇത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലയുടെ കുറച്ച് ഭാഗം മാത്രമേ ഈ വിലാപയാത്ര കടന്നു വരുന്നുള്ളൂ. കാസർഗോഡ് മുതൽ ഇങ്ങോട്ടുള്ള ജില്ലകളിൽ നിന്നുള്ള ശരി, ആലപ്പുഴയിലെ അദ്ദേഹത്തിൻ്റെ പൊതുദർശനം ആലപ്പുഴയിൽ എത്തിക്കഴിഞ്ഞാൽ അത് വേലിക്കകത്തെ വീട്ടിലായിരിക്കും ആദ്യത്തെ പൊതുദർശനം. സംസ്ഥാനത്തെ തെക്ക് നിന്ന് വടക്കോട്ടുള്ള എല്ലായിടത്തെയും പ്രവർത്തകരൊക്കെ അദ്ദേഹത്തെ കാണാനായി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഭൗതിക ദേഹം തിരുവനന്തപുരത്താണ് ഉള്ളത്. അത് അല്പസമയത്തിനകം പഴയ AKG സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. അവിടെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. രജിത്തുണ്ട്. രജിത്ത് ഏറെ ജനപ്രിയനായ ഒരു നേതാവ്. അദ്ദേഹത്തെ കാണാൻ തീർച്ചയായും നിരവധി ആളുകൾ തന്നെ ഒഴുകിയെത്തും, യാതൊരു സംശയവുമില്ല. എന്താണ് ഇപ്പോൾ അവിടെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? AKG സെന്ററിലെ ഒരുക്കങ്ങൾ പൂർത്തിയായി കാത്തിരിക്കുകയാണ്. പക്ഷേ ഇതുവരെയും ആശുപത്രിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തു തന്നെയായാലും ഇവിടെ ഒരു ജനസാഗരം തന്നെ പഴയ AKG സെന്ററിന്റെ മുന്നിൽ റോഡിലും അതുപോലെ തന്നെ AKG സെന്ററിനകത്തുമായി കാത്തിരിക്കുന്നു. നമുക്കറിയാം VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം തിരുവനന്തപുരത്തെ ആക്കുന്നത് തന്നെ അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി മാറുന്നതോടുകൂടിയാണ്. 10 വർഷക്കാലം അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി തന്നെ പ്രവർത്തന മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമാണ്. ആ സമയം മുതൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള സ്ഥലമാണ് പഴയ AKG സെന്റർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം പൊതുദർശനം ശ്രമിക്കുന്നത് ഈ പഴയ AKG സെന്ററിൽ തന്നെ ആകണമെന്ന് പാർട്ടി പ്രവർത്തകർ തീരുമാനിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആളുകളെ നിയന്ത്രിക്കാൻ അല്പസമയത്തിനകം തന്നെ VS അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം പഴയ AKG സെൻറ്ററിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരുക്കങ്ങളൊക്കെ സജീവമാണ്. അദ്ദേഹത്തെ കാണാൻ നിരവധി ആളുകളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ SUT ആശുപത്രിയിൽ നിന്ന് ഭൗതികദേഹം ആംബുലൻസിലേക്ക് മാറ്റുന്നുണ്ട്. അവിടെ നിന്ന് നേരെ പഴയ AKG സെൻറ്ററിലേക്കാണ് കൊണ്ടുപോവുക. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ അദ്ദേഹത്തെ കാണാനായി എത്തും. SUT ആശുപത്രിയിൽ നിന്ന് ഭൗതികദേഹം ആംബുലൻസിലേക്ക് മാറ്റുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനുശേഷം AKG സെൻറ്ററിലേക്ക് പൊതുദർശനത്തിന് കൊണ്ടുപോകും. നിരവധി ആളുകൾ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തും. ഇപ്പോൾ ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം
തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പൊതുദർശനമുണ്ടാകും. പിന്നീട് നാളെ 9 മണിക്ക് ദർബാർ ഹാളിലായിരിക്കും പൊതുദർശനം. അതിനുശേഷം അവിടുന്ന് വിലാപയാത്രയായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. തൻ്റെ സമര പോരാട്ടത്തിന് ഊർജ്ജമായ മണ്ണാണ് ആലപ്പുഴ, ജനിച്ച നാട്, പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കരുത്തു പകർന്ന നാട്. ആ നാട്ടിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമമൊരുക്കും. ബുധനാഴ്ചയാണ് സംസ്കാരം. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേർ, ലക്ഷങ്ങൾ തന്നെ അദ്ദേഹത്തെ കാണാനായി എത്തും എന്നതിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിന് ഇപ്പോൾ ആദ്യത്തെ പൊതുദർശനം തിരുവനന്തപുരത്തെ KG സെൻറ്ററിലാണ്. അവിടെ ഇപ്പോൾ തന്നെ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എല്ലാവർക്കും അദ്ദേഹത്തെ കാണാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നാളെ സംസ്ഥാനത്ത് പൊതു അവധിയാണ്. PSC പരീക്ഷകളും അഭിമുഖങ്ങളും ഒക്കെ മാറ്റിവെച്ചിട്ടുണ്ട്. ആദരസൂചകമായി സംസ്ഥാനത്ത് നാളെ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. 101 വയസ്സിലാണ് അദ്ദേഹം വിടവാങ്ങുന്നത്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാത്ത ധീരനായ നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. പാർട്ടിയുടെ ആദർശങ്ങളിൽ ഒരു കാലത്തും വെള്ളം ചേർക്കാത്ത, അങ്ങനെ ചേർക്കുന്നവർക്കെതിരെ കർക്കശമായ സ്വീകരിച്ച ഒരു നേതാവ്. ഒരു ഘട്ടത്തിൽ പാർട്ടിയിൽ തൻ്റെ എതിരാളികളെ അടിച്ചൊതുക്കാൻ തന്നെ അദ്ദേഹം ഇതേ പ്രയോഗം ഉപയോഗിച്ചിരുന്നു. 1980 മുതൽ 92 വരെ തുടർച്ചയായി 12 വർഷമാണ് CPM സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ പ്രതാപകാലത്ത് പാർട്ടിയിലെ അദ്ദേഹത്തിനെതിരെ നീങ്ങിയവരെയൊക്കെ അദ്ദേഹം ഈ അച്ചടക്കത്തിൻ്റെ പേരിലായിരുന്നു അദ്ദേഹം അവരെ നേരിട്ടതും. അതിദീർഘമായ ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തന കാലയളവ് VSനുണ്ടെങ്കിലും അത്ര ദീർഘമായ പാർലമെൻ്ററി രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. 1965 മത്സരരംഗത്തേക്ക് ഇറങ്ങിയെങ്കിലും ആദ്യ വിജയം അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൽ നിന്ന് 1967 1970 വിജയം ആവർത്തിച്ച് കേരള നിയമസഭയിൽ അദ്ദേഹം എത്തിയെങ്കിലും 77 അദ്ദേഹം പരാജയപ്പെടുകയായിരുന്നു. രജിത്ത് ഇപ്പോൾ പട്ടം SUTയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് AKG സെൻറ്ററിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ആളുകൾ അവിടെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണോ? എങ്ങനെയാണ് അവിടെ നിന്നുള്ളൊരു വിവരം? തീർച്ചയായും നിരവധി പേരാണ് അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. പാർട്ടി പ്രവർത്തകർ അടക്കമുള്ള ആളുകൾ, ഒരു നേതാക്കന്മാർ തന്നെ AKG സെന്ററിനകത്തുണ്ട്. ഒപ്പം തന്നെ നിരവധി പ്രവർത്തകർ അതിന്റെ പുറത്തും റോഡിലുമായി കാത്തിരിക്കുന്നു. റോഡിന്റെ ഇരുവശവുമായി പൊതുജനങ്ങൾ തന്നെ നിരവധി ആളുകൾ കാത്തിരിക്കുന്നു. നേരിയ മഴ കാരണമുണ്ടെങ്കിലും അല്പസമയത്തിനകം തന്നെ പൊതുദർശനം ആരംഭിക്കും. SUT ആശുപത്രിയിൽ നിന്ന് VSന്റെ ഭൗതികദേഹം AKG സെൻറ്ററിലേക്ക് കൊണ്ടുപോയി. അവിടെയും ധാരാളം ആളുകൾ, നിരവധി പേരാണ് അദ്ദേഹത്തെ ഒരു നോക്കു കാണുവാനായി
എത്തിയിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച, ജനങ്ങൾക്കു വേണ്ടി പ്രവർത്തിച്ച, ജീവിച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെ VSന് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം അത്ര വലുതാണ്. അതുകൊണ്ട് തന്നെ നിരവധി പേർ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്കു കാണാൻ എത്തിച്ചേരും. AKG സെൻറ്ററിലെ പൊതുദർശനത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയിലായിരിക്കും പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷം നാളെ 9 മണി മുതൽ ദർബാർ ഹാളിൽ പൊതുദർശനമുണ്ടാകും. തുടർന്നാണ് ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോവുക. ആലപ്പുഴയിലെ ആദ്യ പൊതുദർശനം വേലിക്കകത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ബുധനാഴ്ചയാണ് VS അച്യുതാനന്ദൻ്റെ സംസ്കാരം. രജിത്ത്, കേൾക്കാമെങ്കിൽ അവിടെ അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനായി നിരവധി പേരെത്തും. അവർക്ക് അദ്ദേഹത്തെ കാണാനുള്ള ആ ഒരു സജ്ജീകരണങ്ങളെല്ലാം അവിടെ പൂർത്തിയല്ലേ? തീർച്ചയായും AKG സെന്ററിൽ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ചിരിക്കുന്നു. AKG സെന്ററിലേക്കാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ആദ്യം എത്തിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം AKG സെന്ററിലേക്ക് എത്തിക്കും. ഇവിടെ ആദ്യ പൊതുദർശനത്തിൽ നിരവധി ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. AKG സെന്റർ നിറച്ചും നേതാക്കന്മാരും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുമാണെങ്കിൽ പുറത്ത് AKG സെന്ററിന് പുറത്തേക്ക് വലിയൊരു ജനസാഗരം തന്നെ കാത്തു നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. റോഡിന് ഇരുവശവുമായി നിരവധി ആളുകൾ VSന്റെ ഭൗതികദേഹം വരുന്നതും എത്തി നിൽക്കുകയാണ്. നിലവിൽ എല്ലാ ഒരുക്കങ്ങളും നേരത്തെ മുതൽ തന്നെ ഇവിടെ ആരംഭിച്ചിരുന്ന ആശുപത്രിയിൽ നിന്ന് നേരെ ഭൗതികദേഹം പഴയ AKG സെന്ററിലേക്കാണ് എത്തിക്കുന്നത് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഇവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. ഇപ്പോൾ അത് പൂർണ്ണമായിട്ടുണ്ട്. ഒപ്പം തന്നെ ആളുകളും തിങ്ങി നിറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. നമുക്കറിയാം 1980 മുതൽ 91 വരെ 11 വർഷക്കാലം അദ്ദേഹം CPMന്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത് തന്നെ ആ സമയത്താണ്. ആ സമയത്ത് മുതൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ച അദ്ദേഹത്തിന്റെ ഓഫീസായി പ്രവർത്തിച്ചിരുന്നത് AKG സെന്റർ ഇപ്പോഴത്തെ പഴയ AKG സെന്ററാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ആദ്യം ഈ പഴയ AKG സെന്ററിൽ തന്നെ പൊതുദർശനത്തിന് എത്തിക്കുന്നതിനായിട്ട് പാർട്ടി നേതാക്കന്മാർ തന്നെ തീരുമാനിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തുതന്നെയായാലും പഴയ AKG സെന്റർ കാത്തിരിക്കുകയാണ്. തങ്ങളുടെ പ്രിയ നേതാവിനെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊർജം പകരുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാവുകയും ചെയ്ത ആ ഓഫീസിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തുന്നതും കാത്ത നിരവധി പ്രവർത്തകർ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിരവധി റോഡിന് ഇരുവശവുമായി കാത്തു നിൽക്കുന്നു. ഓഫീസിനകത്ത് AKG സെന്ററിനുള്ളിലും വലിയൊരു ജനസംഖ്യ തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം എത്തുന്നതും കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് VSന്റെ ഭൗതികദേഹം AKG സെന്ററിലേക്ക് ആദ്യ പൊതുദർശനം നടക്കുന്ന AKG സെന്ററിലേക്ക് എത്തുന്ന നേതാക്കന്മാരൊക്കെയും മന്ത്രിമാരൊക്കെയും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കൂടി കാണാൻ കഴിയും. രജിത്ത്, ഒരു ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ച, നേരത്തെ രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ നീണ്ട ദീർഘകാലം 12 വർഷത്തോളം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അപ്പോഴൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ് AKG സെന്റർ എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന് ഏറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തേക്ക് അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് എത്തും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എല്ലാവരും തന്നെ ഇരിക്കേണ്ടത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് വിശ്വാസം. നമ്മുടെ പുറത്തു നിന്നും അകത്തു നിന്നുമായി നമുക്ക് ഈ ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നതിന് നമ്മുടെ ക്യാമറകൾ തയ്യാറാണ്. എന്നാൽ അല്പസമയത്തിനകം തന്നെ VSന്റെ ഭൗതികദേഹം ഈ AKG സെന്ററിലേക്ക് എത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുള്ള ഓഫീസിലേക്ക് അല്ലെങ്കിൽ ആ പഴയ AKG സെന്ററിലേക്ക് തന്നെ നേതാക്കളൊക്കെയും അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചിരുന്ന അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന ആളുകൾ അവർ ഓരോരുത്തരായി ഇങ്ങോട്ടേക്ക് പ്രിയപ്പെട്ട നേതാവിനെ തന്റെ ഭൗതികദേഹം കാണുന്നതിനെ, പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണുന്നതിനെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. AKG സെന്ററിലേക്ക് നേതാക്കളൊക്കെയും എത്തുന്നു. ഒപ്പം തന്നെ പ്രവർത്തകരും അതുപോലെ തന്നെ ആളുകളും ജനസഞ്ചയം എന്ന് പറയേണ്ടിയിരിക്കുന്ന റോഡിന് ഇരുവശവുമായി ഇരുട്ട് പരക്കുകയാണ്. അപ്പോഴും ആളുകൾ കാത്തിരിക്കുകയാണ് തങ്ങളുടെ പ്രിയ നേതാവിനെ
ഒരു നോക്ക് കാണുന്നതിന് AKG സെന്ററിന് പുറത്തും അതുപോലെ തന്നെ അകത്തും ആയിരക്കണക്കിന് നൂറുകണക്കിന് പേർ AKG സെന്ററിനകത്തും ഒപ്പം തന്നെ പുറത്ത് ആയിരക്കണക്കിന് ആളുകളും കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഒഴിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇങ്ങോട്ടേക്ക് എത്തും. പേർ കാണാനെത്തും തീർച്ചയാണ്. ഇവർക്കൊക്കെ അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവിടെ ഉണ്ടോ? രജിത്ത്, നിരവധി പേർ അദ്ദേഹത്തെ ഇപ്പോഴും ഒരുപാട് പേർ അങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്ന് രജിത്ത് തന്നെ പറയുന്നുണ്ട്. നിരവധി പേർ തീർച്ചയായും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തും. ഇവർക്കൊക്കെ അദ്ദേഹത്തെ കാണാനുള്ള ആ ഒരു സജ്ജീകരണങ്ങളൊക്കെ അവിടെ ഉണ്ടോ? തീർച്ചയായും വളരെ പരിമിതമായ സ്ഥല സൗകര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിനുള്ള ഒരുക്കങ്ങൾ അവർ പൂർത്തീകരിച്ചിട്ടുണ്ട്. നേതാക്കന്മാരൊക്കെയും ഇടപെട്ടുകൊണ്ട് അതിനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. അതൊന്നും നമുക്കറിയാം, ഈ AKG സെന്ററിന്റെ ഉള്ളിലേക്ക് കയറി വരുന്ന മെയിൻ റോഡിൽ നിന്ന് ഉള്ളിൽ കയറി വരുന്ന ഭാഗത്ത് ഹാളിലാണ് അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ദർശനത്തിനായി കിട്ടുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ അതിൽ അകത്തേക്ക് കയറി ആളുകൾക്ക് കടന്നു പോകുന്നതിനുള്ള സുഗമമായി കടന്നു പോകുന്നതിനുള്ള ഒരു സൗകര്യങ്ങൾ കൂടി ഒരുക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്നെയായാലും അത് നിയന്ത്രിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ജനസംഖ്യ തന്നെയൊക്കെ ഭൗതികദേഹം കാണുന്നത് എന്നാണ് റോഡിൽ നമുക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തും പുറത്തുമൊക്കെ വലിയ ജനസംഖ്യ തന്നെ ഇപ്പോൾ കൂടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭൗതികദേഹം ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതിനുള്ള AKG സെന്ററിനുള്ളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ നേതൃത്വം നടത്തുകയാണ്. അത്തരത്തിൽ വളരെ ആളുകളെ കൊണ്ട് തിങ്ങി നിറയുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. രജിത്തെ, നേതാക്കന്മാരൊക്കെ അങ്ങ് എത്തിയിട്ടുണ്ടോ? മന്ത്രിമാരൊക്കെ നേരത്തെ SUT ആശുപത്രിയിലൊക്കെ ഉണ്ടായിരുന്നു. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കന്മാർ ഇവരൊക്കെ അവിടെ ഉണ്ടോ? എങ്ങനെയാണ്? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ചതാണ്, ഒപ്പം പ്രവർത്തിച്ച നേതാക്കൾക്കൊക്കെയും തന്നെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെയുള്ള ആളുകൾ മന്ത്രിമാരായിട്ടുള്ള ഇങ്ങോട്ടേക്ക് എത്തി. നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ പ്രവർത്തിച്ചിരുന്ന മന്ത്രിമാരായി പ്രവർത്തിച്ചിരുന്ന ആളുകളൊക്കെയും നേതാക്കളൊക്കെയും തന്നെ ഇപ്പോൾ AKG സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് AKG സെന്ററിൽ നിന്നും അത് CPM-ന്റെ നേതാക്കളും പാർട്ടി പ്രവർത്തകരുമാണ് നടത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ പുറത്തേക്കും അത്തരത്തിൽ വലിയൊരു ജനസഞ്ചയം നടന്നിരിക്കുന്നു. നേതാക്കന്മാരുടെ ഒപ്പം തന്നെ മറ്റ് പ്രവർത്തകർക്കൊപ്പം തന്നെ ആളുകളും ജനങ്ങളും അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി AKG സെന്ററിലേക്ക് എത്തുമ്പോൾ ഒരു നോക്ക് കാണുന്നതിനായി എത്തിയിട്ടുണ്ട്. VS അച്യുതാനന്ദൻ്റെ ഭൗതികദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് AKG സെന്ററിലേക്ക് പോവുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ സമരനായകനെ കാണാൻ നിരവധി പേരാണ് കൂടിയിരിക്കുന്നത്. അവർക്കൊക്കെ അവസാനമായി അദ്ദേഹത്തെ കാണാനുള്ള സജ്ജീകരണങ്ങളൊക്കെ AKG സെന്ററിൽ ഒരുക്കിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഭൗതികദേഹം പഴയ AKG സെന്ററിലെത്തും. പിന്നെ അവിടെയായിരിക്കും പൊതുദർശനം. രജിത്ത്, നിരവധി ആളുകൾ അവിടെ ഉണ്ട്. തീർച്ചയായും ഈ ഒരു പൊതുദർശനം നീണ്ടുപോകാനുള്ള ഒരു സാഹചര്യമുണ്ടോ? കാരണം ഇവിടുത്തെ പൊതുദർശനത്തിന് ശേഷം തിരുവനന്തപുരത്തെ അദ്ദേഹത്തിൻ്റെ മകൻ്റെ വസതിയിലും പൊതുദർശനം ഉണ്ടല്ലോ.